ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ഫൗണ്ടേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? കസ്റ്റമേഴ്സ്. അവരാണ് നമ്മുടെ രാജാവും റാണിയും. അവരെ നമ്മൾ സമാധാനപ്പെടുത്താനും നല്ല സർവീസ് കൊടുക്കാനും നമ്മൾ ബാധ്യതരാണ്. കാരണം അവരുടെ ഹാർഡ് വർക്കിങ്ങിൽ, അവരുടെ ഹാർഡ് മണിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മൾ ഓരോരുത്തരും കൺസ്യൂമറാണ്. അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവരും അവർക്ക് വേണ്ട രീതിയിൽ എല്ലാവിധ സേവനങ്ങളും ചെയ്യണം. അതിനൊരു കൾച്ചറാണ് ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കസ്റ്റമർ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ മറ്റവരോട് സംസാരിക്കുക എന്ന് പറയാതെ, ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ഥാപനത്തിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആൻസർ ചെയ്യും. ഇതിന് ഒരു ട്രാൻസ്പെറൻസി തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും എല്ലാം അറിയുന്നതുകൊണ്ട്, അതായത് കസ്റ്റമർ സർവീസ് സൈഡിൽ, മാർക്കറ്റിംഗ് സൈഡിൽ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ വശങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുക. കമ്പനിയുടെ ആ സെയിൽസിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് ഗ്യാരണ്ടി പീരീഡ്, അത് ഏത് രീതിയിലാണ് ഗ്യാരണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഏത് പാർട്സാണ് ഗ്യാരണ്ടി, അല്ല എന്ത് സർവീസ് ഗ്യാരണ്ടിയാണ് നമ്മൾ കസ്റ്റമർ കൊടുത്തത് എന്നുള്ളത് എല്ലാവരും അവർ കൾച്ചറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, ഏത് ആൾ ഫോൺ എടുത്താലും കസ്റ്റമർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഞാനിത് മറ്റവരോട് പറയാം, അവർ വിളിക്കാൻ പറയാം, അല്ലെങ്കിൽ പിന്നീട് വിളിക്കാൻ നിങ്ങളുടെ നമ്പർ തരും എന്നുള്ളത് വെച്ച് അവർ ചോദിക്കുമ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അങ്ങനെയാണോ, എന്നാൽ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഈ കമ്പനിയിലാണ്, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്, ഇതാണ് അത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ആ കസ്റ്റമർ വളരെ തൃപ്തനായി. റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് ഒരു കസ്റ്റമറിന് വരികയാണെങ്കിൽ അത് മൗത്ത് പബ്ലിസിറ്റി നിങ്ങൾക്ക് വളരെയേറെ സഹായിക്കും. അതുകൊണ്ട് കസ്റ്റമർ സർവീസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. കസ്റ്റമറെ കിട്ടുന്നതേ കഷ്ടം. കിട്ടിക്കഴിഞ്ഞാൽ അവരെ നിലനിർത്താൻ നോക്കുന്ന ഓൺലി കസ്റ്റമർ സർവീസ് വഴി മാത്രമേ. അതിൻ്റെ ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കണം. അത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാതെ ഏവരും കമ്പനിയുടെ ആ വരുമാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ആരാണ്? എല്ലാ തൊഴിലാളികളും കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന പണമാണ് കമ്പനിയുടെ മുതൽക്കൂട്ട്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റാതെ ഒരു സമയം മറ്റാർക്കും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരാണെങ്കിലും ഒരു കമ്പനിയും കസ്റ്റമർ സർവീസിനെ കുറിച്ച് ചെയ്യണം. അതുമാതിരി എപ്പോഴും ഒരു കസ്റ്റമർ വിളിച്ചാൽ പോലും നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഭൂമിയുടെ ഈ ട്രീ പ്ലാന്റിങ് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയുമ്പോൾ ഇക്കോ ഫ്രണ്ട്ലി കമ്പനിയാണ് എന്നുള്ളതും എൻവയറമെൻ്റൽ ഗവേണൻസ് നമ്മുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. ഇന്ന് ഭൂമിയെ സ്നേഹിക്കാൻ ഏത് കമ്പനി തയ്യാറാണോ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏത് കസ്റ്റമർ ആണെങ്കിലും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, അത് പാസ് ഓൺ ചെയ്യാതെ ഇരിക്കുക. ഇതാണ് ഫൗണ്ടേഴ്സ് തൻ്റെ ടീമിനോട് പറയേണ്ടതും ചെയ്യേണ്ടതും. ഇത് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ സഹായിക്കും. സോ കസ്റ്റമറാണ് ഇമ്പോർട്ടൻറ്റ് പില്ലർ. അവരിലുപരി വേറെ ഒന്നും കമ്പനിയിലില്ല.